വയനാട് ടൗൺഷിപ്പിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിടാൻ വിമുഖത കാട്ടി ദുരന്തബാധിതർ. ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ 20-ന് പ്രസിദ്ധീകരിക്കാനിരിക്കെ 8 പേർ മാത്രമാണ് സമ്മതപത്രം നൽകിയത്. സർക്കാർ നൽകുന്ന സഹായം പോരാ എന്നതും ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങളുമാണ് ദുരന്തബാധിതർ ഉന്നയിക്കുന്ന വിഷയം. ഇതിനിടെ സർക്കാർ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് പടവെട്ടിക്കുന്ന് നിവാസികൾ ചൂരൽമലയിൽ പ്രതിഷേധം നടത്തി. ദുരന്തത്തിൽ കാണാതായവരുടെ മരണ സർട്ടിഫിക്കറ്റ് ഇന്നു മുതൽ വിതരണം ചെയ്ത് തുടങ്ങും. CV അനുമോദ് ചേരുന്നു. അനുമോദ്, പുനരധിവാസത്തിന്റെ പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് സർക്കാർ പറയുന്ന സമയത്ത് ഈ രീതിയിൽ മുഖം തിരിച്ചു നിൽക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ആശയക്കുഴപ്പങ്ങളാക്കി പറയുന്നത്? ഈ വിഷയം നേരത്തെ അവർ സർക്കാരിനെ അറിയിച്ചിട്ടില്ലേ? അതിന് ചെവി കൊടുത്തിട്ടേ ഇല്ല സർക്കാർ എന്നുകൂടിയാണോ ഇതിൻ്റെയൊക്കെ അർത്ഥം? അവ്യക്തതകൾ തുടരുകയാണ് പറഞ്ഞ വയനാട് പുനരധിവാസം സംബന്ധിച്ച്. അതുതന്നെയാണ് ഇവിടെ സർക്കാരിൻ്റെ പദ്ധതിയോട് കൂടുതൽ പേർ അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും. പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇവിടെ 10 സെന്റ് ഭൂമിയും അത്തരത്തിലുള്ളൊരു പുനരധിവാസവും വേണമെന്നാണ് ദുരന്തബാധിതർ ആവശ്യപ്പെടുന്നത്. പക്ഷേ സർക്കാർ സംവിധാനത്തിൽ അത് 7 സെന്റ് മാത്രമേ നൽകൂ എന്ന തരത്തിലാണ് സർക്കാരിൻ്റെ നിലപാടുള്ളത്. രണ്ടാമതായിട്ട്, സർക്കാരിൻ്റെ സഹായം സ്വീകരിക്കുന്നവർ നിലവിൽ അവരുടെ ദുരന്ത മേഖലയിലെ ഭൂമിയുടെ അവകാശം സംബന്ധിച്ച് അത് നഷ്ടമാകുമോ, അവകാശം നഷ്ടമാകുമോ എന്നൊരാശങ്ക ഉയരുന്നുണ്ട്. അത് സംബന്ധിച്ചൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിന് പുറമെ മറ്റൊരുപാട് സംഘടനകൾ അവിടെ പുനരധിവാസം നടപ്പാക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഘടനകളുടെ പുനരധിവാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും 15 ലക്ഷം രൂപ ലഭിക്കുമോ, അതോ അത് എത്ര രൂപ വരെ ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. നാലാമതായിട്ട്, അവിടെ ഈ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ വയനാട്ടിൽ തന്നെ മറ്റ് ചാരിറ്റി സംഘടനകളോ മറ്റേതെങ്കിലും സംഘടനകളോ നൽകുന്ന പുനരധിവാസം സ്വീകരിക്കാതെ സ്വന്തമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് എങ്ങനെ പുനരധിവാസത്തിൽ എന്ത് തരത്തിലൊരു നിലപാട് അവർക്ക് വേണ്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ദുരിതബാധിതരെ സംബന്ധിച്ച് പല പ്രശ്നങ്ങളിൽ കൃത്യമായ ഒരു മറുപടി ലഭിക്കുന്നില്ല എന്ന വലിയ ഒരു വിഷമമാണ് അവർ നേരിടുന്നത്. അതാണ് പലരും ഈ സംബന്ധിച്ച് സർക്കാർ നിലപാടിനോട് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാത്തതിൻ്റെ പ്രധാന കാരണമായിട്ട് വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ ഇക്കാര്യങ്ങളിൽ ഈ ഏതെല്ലാം മേഖലകളിൽ നിന്നുള്ള ആളുകളെ പുനരധിവസിപ്പിക്കണം എന്ന കാര്യത്തിലും ചില തർക്കങ്ങൾ തുടരുകയാണ്. ഇന്നിപ്പോൾ പടവെട്ടിക്കുന്ന് നിവാസികളാണ് ചൂരൽമലയിൽ പ്രതിഷേധവുമായിട്ടെത്തി. അവർ സൂചനാ സമരമാണ് നടത്തിയത്. കാരണം ഈ ദുരന്തത്തിൽ ആ മേഖലയിലേക്കുള്ള പാതകളും വഴികളും എല്ലാം തന്നെ പൂർണ്ണമായും ഇല്ലാതെയായി പോയിട്ടുണ്ട്. നമ്മുടെ ചൂരൽമല സ്കൂളിൻ്റെ പിറകുവശത്തൂടെയുള്ള വഴിയിലൂടെയാണ് പടവെട്ടിക്കുന്നിലേക്ക് പോവുക. അപ്പോൾ ഈ ദുരന്തം ആ മേഖലയെ മാത്രം നിലനിർത്തി അതിന് ചുറ്റുപാട് മുഴുവൻ തുടച്ചു നീക്കി കഴിഞ്ഞു. ഇനി അവർക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവർ ദുരന്തത്തിൽ നേരിട്ട് ബാധിക്കപ്പെടാത്തത് കൊണ്ട് അവരെ ഇതിൽ ഉൾപ്പെടുത്താൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് പുനരധിവാസം വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് അവരുടെ ഒരു സൂചനാ സമരം നടന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ദുരന്ത മേഖലയിലെ ഭൂമി സംബന്ധിച്ച് ഏതെല്ലാം മേഖലയിൽ താമസിക്കാം, ഏതെല്ലാം മേഖലയിൽ കൃഷി ചെയ്യാം, ഏതെല്ലാം മേഖലയിൽ ഒന്നിനും സാധിക്കാത്ത അവസ്ഥയിൽ എന്നിങ്ങനെ വിവിധ പ്രശ്നങ്ങളിൽ അവിടെ അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. എന്നാണെങ്കിലും മാർച്ച് 27-ന് ടൗൺഷിപ്പിന്റെ നിർമ്മാണോദ്ഘാടനം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞ സാഹചര്യത്തിൽ അതിനു മുൻപ് പരിഹരിക്കേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ ഒട്ടനവധി വയനാട് നിലനിൽക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ മന്ത്രി K. രാജൻ അടുത്ത ദിവസം വയനാട്ടിലെത്തി ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുമെന്നാണ് അറിയാനാകുന്നത്. മന്ത്രിയുടെ സന്ദർശനവും ഈ പ്രശ്നപരിഹാരത്തിൽ ഇടപെടലൊക്കെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും അവർ കാതലായി ഉന്നയിക്കുന്ന ഒരു പ്രശ്നം ന്യായമായ തോതിൽ പ്രതിഷേധിക്കുമ്പോഴും ഈ ചർച്ചകൾ ഒരു സാധ്യത സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? സർക്കാരും അതിനുള്ളൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് എന്ന് കൂടിയാണോ? തീർച്ചയായും നമുക്ക് ഈ വയനാട്ടിലെ ദുരന്തബാധിതരെ മറ്റ് അവസ്ഥയിലുള്ളവരായിട്ട് താരതമ്യം ചെയ്യരുത്. അവർക്ക് എല്ലാം നഷ്ടമായവരാണ്. അവരുടെ സ്വന്തമായിട്ടുള്ള ഏക്കർ കണക്കിന് കൃഷിഭൂമിയും അവരുടെ ലക്ഷങ്ങളും കോടികളും വിലയുള്ള സ്വത്തുകളും അവരുടെ പ്രിയപ്പെട്ടവരുടെ ജീവനൊക്കെ നഷ്ടമായി എല്ലാം നശിച്ചവരാണ് അവരെ നമുക്ക് ഒരിക്കലും പ്രതിഷേധിക്കുമ്പോൾ അത്തരത്തിൽ വിലപേശുന്നതായിട്ട് കാണാനാകില്ല. അവരെ ചേർത്ത് പിടിച്ചത് മുന്നോട്ട് പോകണമെങ്കിൽ കുറെ കൂടി വിശാലമായ തലത്തിൽ ഈ സാഹചര്യങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട്. നമ്മളിപ്പോൾ 7 സെന്റ് ഭൂമിയും ഒരു വീടും നൽകി അവരുടെ ജീവിതം പുനരുദ്ധരിപ്പിക്കുന്നു പറയുന്നവർക്ക് നഷ്ടമായത് ഏക്കർ കണക്കിന് ഭൂമിയും അവരുടെ കൃഷിസ്ഥലവും കോടികൾ വരെയുള്ള സ്വത്തുകളൊക്കെയാണ്. അപ്പം നഷ്ടമായതിൻ്റെ മൂല്യവും കിട്ടുന്നതിൻ്റെ മൂല്യവും തമ്മിൽ താരതമ്യമല്ല. പക്ഷേ ആനുപാതികമായിട്ട് അവർ ആവശ്യപ്പെടുന്നതിൽ അല്പം നീതിയുണ്ട്, അല്ലെങ്കിൽ അവരുടേതായ ചില കാരണങ്ങളുണ്ട് എന്നതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഇവിടെ സർക്കാർ ചർച്ചകൾക്ക് സന്നദ്ധനാവണം എന്ന ഒരു തുറന്ന നിലപാടാണ് മന്ത്രി K. രാജനും പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ളത്. പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഇത്രയും വലിയ കോടികളുടെ സഹായം
കേന്ദ്രത്തോട് തുടർച്ചയായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും കേന്ദ്രത്തിന്റെ സഹായം മതിയായി ലഭിക്കുന്നില്ല എന്ന പരാതി ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിലും സർക്കാരിനെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂട്ടായിട്ടൊരു തീരുമാനം, സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഈ ദുരന്തബാധിതരെ കുറെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് അവരുടെ വിഷമങ്ങൾ, അത് നിയമങ്ങൾക്കും സർക്കാരിന്റെ നിലവിലെ ചട്ടങ്ങൾക്കും അപ്പുറത്തായിരിക്കും ചിലപ്പോൾ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ എന്നാൽ പോലും അതിലെന്ത് ചെയ്യാനാകുമെന്ന കാര്യത്തിൽ സർക്കാർ കുറെ കൂടി ചർച്ചകൾക്ക് തയ്യാറാകേണ്ടതുണ്ട്. എന്നാലും മന്ത്രി കെ രാജൻ അടുത്ത ദിവസം സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. ഏതായാലും അങ്ങനെ ആ പ്രതിഷേധം പരിഹരിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം. മന്ത്രി കെ രാജൻ അടുത്ത ദിവസങ്ങളിൽ വയനാട്ടിൽ എത്തുകയും ചെയ്യുന്നു ചർച്ചയ്ക്കായിട്ട്.